ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോവയിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ ആണ്, അതായത് 3rd ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. 11 മണിക്കാണ് ഫുഡ് അടിക്കൽ, ബ്രേക്ക്ഫാസ്റ്റ് ക്ലോസ് ചെയ്യണത്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ കറക്റ്റ് 11 മണി. ഭാഗ്യത്തിന് എന്തോ കിട്ടി, എല്ലാവരും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും കടലയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എനിക്ക് അത് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ പാസ്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടമല്ല. അവിടെ ഞാൻ അതെടുത്തിട്ടില്ല, പുട്ടും കടലയും മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അഞ്ജുന ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചിലാണ് പോണത്. അത് ഇവിടെ നിന്ന് അധികം ഇല്ല, ദൂരം ഇല്ല. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് ഒരു ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് അടിപൊളിയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് 80-86 കിലോമീറ്റർ എത്രയോ ദൂരത്താണത്, സൗത്ത് ഗോവയിലെന്തോ. അപ്പോൾ അത് ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചിട്ടാണ് അഞ്ജുന ബീച്ചിൽ ഇറങ്ങിയത്. അപ്പോൾ അവിടെ അഞ്ജന ബീച്ച് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് പോയി ബീച്ച് കണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഒരു ഉച്ച സമയത്ത് തന്നെയായിട്ട് ഇവിടെ എത്തിയത്. അതുകൊണ്ട് ഞങ്ങൾ ഏത് ബീച്ചിൽ പോയാലും ഉച്ചയ്ക്ക് തന്നെയാണ് എത്തുന്നത്. അതുകൊണ്ട് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ഇവിടേക്ക് ആണെങ്കിൽ നിറച്ചും പാറകളും കാര്യങ്ങളൊക്കെ ആയിട്ടാ, അതിൻ്റെ പൊക്കത്തൂടെയാണ് നടക്കാൻ. പാറയാണ് എന്താണെന്ന് എനിക്കറിയില്ല ശരിക്കും. പിന്നെ ഇവിടെയും വെള്ളം കുറച്ച് സ്ഥലത്ത് കെട്ടി കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഞണ്ടൊക്കെ ഇഷ്ടം പോലെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതൊക്കെ ഒരു ആദ്യത്തെ കാഴ്ചകളാട്ടോ, ഈ ഞണ്ടിനെയൊക്കെ ഇങ്ങനെ ലൈവായിട്ട് ഞാൻ ആദ്യമായിട്ടൊക്കെ കാണുന്നത്. അതായത് വീട്ടിൽ നമ്മൾ കറിവെക്കാൻ കൊണ്ടുവന്ന ഞണ്ടിനെ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ബീച്ച് സൈഡിലൊക്കെ ഞണ്ടൊക്കെ ഇങ്ങനെ അതും ഇഷ്ടം പോലെ നിറച്ചുമുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, കണ്ടില്ല അറ്റത്തൊക്കെ കുറേ ഞണ്ടുകളും കാര്യങ്ങളൊക്കെ ഓടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിൽക്കാനും പേടിയായിരുന്നു, എങ്ങാനും കല്ലിലോട്ടൊക്കെ കയറി ഇറിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ അവിടെ കുറച്ച് നേരം നിന്നുള്ളൂ, ഈ വെയിലത്ത് എങ്ങനെ നിൽക്കാനാ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ റൂം ചെക്ക് ഔട്ട് ചെയ്യേണ്ട സമയമായി. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ചെക്ക് ഔട്ട് ചെയ്തു. പിന്നെ ഈ റൂം ചെക്ക് ഔട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു അമളി പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ തന്നെ അവിടെ കുറേ പേര് ചെക്ക് ഔട്ട് ചെയ്യണം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഡൗട്ട് വന്നിട്ട് ഞങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി വരുമ്പോൾ ഇറങ്ങിയാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ വണ്ടി വരുമ്പോൾ ഇറങ്ങിയാൽ മതിയെന്ന്, പക്ഷേ നേരത്തെ ഇറങ്ങണമായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു 1200 റുപ്പീസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഇവിടെയൊക്കെ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ നമുക്ക് എറണാകുളത്തോട്ടുള്ള ട്രെയിൻ കിട്ടി. അപ്പോൾ സൗത്തിലാണ് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.